ഓക്കെ. അപ്പൊ ഒന്നിൽ അവസാനിക്കുന്ന 1ന്റെ 9ന്റെ സ്ക്വയർ, 4ൽ അവസാനിക്കുന്ന 2ന്റെ 8ന്റെ സ്ക്വയർ, 9ൽ അവസാനിക്കുന്ന 3ന്റെ 7ന്റെ സ്ക്വയർ, 6ൽ അവസാനിക്കുന്ന 4ന്റെ 6ന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത് ആദ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഓക്കെ. നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 729 ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്. എങ്കിലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മക്കളെ, ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ദാസ ഇവിടെ ശ്രദ്ധിക്കണം. ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, നിങ്ങൾ സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം, വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ്, ഏതൊരു സംഖ്യയാണെങ്കിലും സ്ക്വയർ റൂട്ട് കാണാൻ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മുറിക്കണം. എപ്പോഴും വലത്ത് നിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി മാത്രമേ മുറിക്കാവുള്ളൂ. ശരി. അങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ ആ സംഖ്യ 2 പാർട്ടായിട്ട് മാറി. അതിൽ ആദ്യത്തെ പാർട്ട് 7 ആണ് അല്ലെ? ഇനി ചെയ്യേണ്ടത് 7ന് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. 7ന് മുൻപുള്ള പൂർണ്ണവർഗം, 7ന് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ 4. അത് ഏതിന്റെ വർഗമാണ്? 2ന്റെ വർഗമാണ്. 7ന് മുൻപുള്ളത് പൂർണ്ണവർഗം, പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ പഠിച്ചായിരുന്നു. 7ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം 4 ആണ്. അത് ഏതിന്റെയാണ്? 2ന്റെയാണ്. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം കിട്ടിപ്പോയി ദാസ, 2 ആണ്. അപ്പൊ എങ്ങനെയാണ് ഉത്തരത്തിന്റെ ആദ്യ വശം കിട്ടിയത്? 7 അല്ലേ ആദ്യത്തെ പാർട്ട് മുറിച്ച് കഴിയുമ്പോൾ. 7ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ 7ന് മുന്നേ ഉള്ളത് 4. അത് ഏതിന്റെ വർഗമാണെന്ന് നോക്കണം. 2ന്റെ വർഗമാണ്. അപ്പൊ ഉത്തരത്തിന്റെ ആദ്യ ഭാഗം 2. ഉത്തരം 20 കൂട്ടിയ ഒരു സംഖ്യയാണ്. ശരി. ഉത്തരത്തിന്റെ രണ്ടാം ഭാഗം കണ്ടുപിടിക്കണം. രണ്ടാം ഭാഗം കണ്ടുപിടിക്കാൻ ഈ അവസാന പാർട്ട് ഏതിൽ അവസാനിച്ചേക്കുന്നത് നോക്കുക. 9ലാണ് അവസാനിച്ചേക്കുന്നത്. 9ൽ അവസാനിക്കുന്നത് ഏതിന്റെയൊക്കെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കണം. മക്കളെ, 9ൽ അവസാനിക്കുന്നത് 3ന്റെ സ്ക്വയറും 9ൽ അവസാനിക്കുന്നത് 7ന്റെ സ്ക്വയറും 9ൽ അവസാനിക്കുന്നത്. അപ്പൊ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ 9ൽ അവസാനിച്ചു, 3ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കും, 7ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കും. അപ്പൊ ഉത്തരത്തിന്റെ രണ്ടാമത്തെ ഡിജിറ്റിന്റെ കാര്യത്തിൽ ഒരു സംശയം വന്നു. രണ്ടാമത്തെ ഡിജിറ്റ് ഒന്നെങ്കിൽ 3 ആവാം, അല്ലെങ്കിൽ 7 ആവാം. കാരണം 3ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കുന്നുണ്ട്, 7ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഡിജിറ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7 വരാം. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഒന്നെങ്കിൽ ഉത്തരം 23 അല്ലെങ്കിൽ ഉത്തരം 27. ഇത് കൺഫേം. ഒന്നെങ്കിൽ 23 അല്ലെങ്കിൽ 27. ഇതിൽ രണ്ടിലും ഏതോ ഒന്നാണ്. അപ്പൊ ഇതിൽ രണ്ടിലും ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇനി ഇതിൽ രണ്ടിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എപ്പോഴും ഇടയ്ക്ക് ഒരു 25 ഉണ്ടല്ലോ, 5ന്റെ ഇടയ്ക്ക് വരും, എപ്പോഴും വരും. 25ന്റെ സ്ക്വയർ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 25ന്റെ സ്ക്വയർ കാണാനുള്ള ടെക്നിക്ക് നമ്മൾ ആദ്യം പഠിച്ചു. ആദ്യത്തെ സംഖ്യ 2, 2 കഴിഞ്ഞ് വരുന്ന സംഖ്യ 3, 2 × 3 6 ആണ്. അതിന്റെ കൂടെ 25 ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ 25ന്റെ സ്ക്വയർ 625. ഇത് 729. അപ്പൊ 625നേക്കാൾ വലിയ സംഖ്യയല്ലേ 729. അപ്പൊ 625നേക്കാൾ വലിയ സംഖ്യയാണ് 729. അതുകൊണ്ട് 25നേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഏതിന്റെ സ്ക്വയർ ആയിരിക്കും? 27ന്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ വേണം ചെയ്യാൻ. എപ്പോഴും 5ന്റേത് നടുക്ക് വരും. 25ന്റെ സ്ക്വയർ മനക്കണക്കാടിച്ച് എനിക്കറിയാം. 625. 729 625നേക്കാൾ വലുതല്ലേ? 25ന്റെ സ്ക്വയർ 625 വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ 729 എന്തായാലും 25നേക്കാൾ വലിയൊരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് 27ന്റെ സ്ക്വയർ, 23ന്റെ അല്ല 27ന്റെ. സോ ഇതിന്റെ ആൻസർ നമുക്ക് 27 എന്ന് കിട്ടും മക്കളെ. പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാനുള്ള മെത്തേഡ്.